and welcome to IELTS preparation by Sword Edu. This is Alvin, and in today's session we will start our discussion on line graph. That is how to write a proper line graph report for IELTS writing task 1. Okay, so in the last two sessions we have already discussed how to attempt write IELTS writing task 1 model, and we have discussed what are the types that are included in task 1. So in this session we will discuss line graph. So we can start. നമുക്കൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മുടെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണാം. ദി ഗ്രാഫ് ബിലോ ഷോസ് റേഡിയോ ആൻഡ് ടെലിവിഷൻ ഓഡിയൻസസ് ത്രൂ ഔട്ട് ദി ഡേ ഇൻ 1992. Summarize the information by selecting and reporting the main features and make comparisons where relevant. Write at least 150 words. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ലൈൻ ഗ്രാഫിനെ എങ്ങനെയാണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ ഒരു കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇതേ മോഡലിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏത് എസ്സേയും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം. ലൈൻ ഗ്രാഫിൽ വരുന്ന ഏത് എസ്സേയും നമുക്ക് ഇതേ മോഡലിൽ അറ്റംപ്റ്റ് ചെയ്യാം. ദെൻ നമുക്ക് ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കണ്ടു. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ദ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്സ്, ഒരു ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്ന ഒരു ഗ്രാഫിക് എന്ന് പറയുന്നത് റേഡിയോ ആൻഡ് ടെലിവിഷൻ ഓഡിയൻസസ് ഇൻ UK. അപ്പോൾ UK യിലെ റേഡിയോ ആൻഡ് ടെലിവിഷൻ ഓഡിയൻസസിന്റെ ഒരു വ്യൂയിങ് പാറ്റേൺ ആണ് കാണിച്ചിരിക്കുന്നത്. എക്സ് ആക്സിസ് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ ടൈമിംഗ്, അതായത് 6 to 6 ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് ബേസിക്കലി ഒരു 24 hour ഗ്രാഫ് ആണിത്. 24 hours ഒരു പർട്ടിക്കുലർ ഫുൾ ഡേയിൽ ഉള്ള ഒരു വ്യൂയിങ് പാറ്റേൺ ആണ് കാണിച്ചിരിക്കുന്നത്. ദെൻ അതാണ് എക്സ് ആക്സിസിൽ 6 തുടങ്ങി 8, 10, 12 എന്നുള്ള ഇതിൽ 2 hour ഡിഫറൻസിലാണ് ഫുള്ളി പോയിരിക്കുന്നത്. അങ്ങനെ ഒരു 12 പോയിന്റ്സ് അവിടെ ഉണ്ട്. അതായത് ടോട്ടലി 6 to 6 കാണിക്കുന്നു. ദെൻ ഇൻ ദി വൈ ആക്സിസ് പെർസെൻറ്റേജ് ഓഫ് UK പോപ്പുലേഷൻ. ഓക്കെ, അപ്പോൾ UK എത്രത്തോളം ആൾക്കാരാണ് TV ഓരോ പോയിന്റ് ഓഫ് ടൈമിൽ വ്യൂ ചെയ്യുന്നുള്ള ഒരു ബേസിക് ഗ്രാഫാണ് സ്ക്രീൻ കാണുന്നത്. ഇതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മുടെ ഈ ഒരു എസ്സേയിലേക്ക് വരുമ്പോഴത്തേക്കും, അതായത് ലൈൻ ഗ്രാഫിന്റെ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാണ് ഈ ഒരു അപ്രോച്ച് ചെയ്യേണ്ടത്, ഈ ഒരു റിപ്പോർട്ട് റൈറ്റിംഗിലേക്ക് അപ്രോച്ച് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്റ്റെപ്പ് 1, ദാറ്റ് ഈസ് അനലൈസ് ദി ക്വസ്റ്റ്യൻ. നമുക്ക് ഇട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് എന്ന് വ്യക്തമായിട്ട് അനലൈസ് ചെയ്യുക. എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഡീപ്പായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, only then we will be able to write a proper answer. Then ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ട ക്വസ്റ്റ്യൻ, ആ ഒരു ക്വസ്റ്റ്യനിൽ ബേസിക് ടേലന്റ് ഉണ്ട്. അതായത് സമ്മറൈസ് ഇൻഫർമേഷൻ ബൈ സെലക്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ദ മെയിൻ ഫീച്ചേഴ്സ്. ഇത് എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലും, അതായത് ടാസ്ക് 1 നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ടൈപ്സിലും ഇതേ കാര്യം തന്നെയാണ് ചോദിക്കുക. അതായത് ഗ്രാഫിക് തരുന്നു, നമ്മളോട് പറയുന്നുണ്ട് സമ്മറൈസ് ആൻഡ് റിപ്പോർട്ട് ദ മെയിൻ പോയിന്റ്സ്. ഓക്കെ, ദെൻ അതാണ് ബേസിക്കലി എല്ലാ ക്വസ്റ്റ്യനും കാണാൻ പറ്റുന്ന 3 കാര്യങ്ങൾ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്തൊക്കെയാണ്? 1, എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഗ്രാഫിക്. അതായത് ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ദ ഗ്രാഫ് ബിലോ ഷോസ് റേഡിയോ ആൻഡ് ടെലിവിഷൻ ഓഡിയൻസസ് ത്രൂ ഔട്ട് ദി ഡേ. അപ്പോൾ ആ ഒരു കാര്യം എല്ലാ ക്വസ്റ്റ്യനും കോമൺ ആയിരിക്കും, എന്തെങ്കിലും അങ്ങനത്തെ ഒരു കാര്യം. ദെൻ ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ അതായത് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു ഇൻസ്ട്രക്ഷൻ, നമ്മളോട് എന്താണ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്, അതാണ് ബേസിക്കലി ഇൻസ്ട്രക്ഷൻ. ദെൻ ഒരു ഗ്രാഫിക്, അതായത് ഇപ്പം ഈ കേസിൽ വന്നിരിക്കുന്നത് എന്താണ്, ഒരു ലൈൻ ഗ്രാഫ് ആണ്. അപ്പോൾ അതവിടെ ബാർ ചാർട്ട്, പൈ ചാർട്ട്, അങ്ങനെ എന്തും അവിടെ വരാം. ബേസിക്കലി ഇതാണ് ഒരു സ്ട്രക്ചർ ചോദിക്കാം. ദെൻ ഇവിടുത്തെ തന്നിരിക്കുന്ന സ്ട്രക്ചറാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ദെൻ ഇതായിരുന്നു ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് അനലൈസ് ദ ക്വസ്റ്റ്യൻ. ദെൻ ദി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഐഡന്റിഫൈ ദ മെയിൻ ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഗ്രാഫിനെ ഡീപ്പായിട്ട് നോക്കുക. ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് നോക്കി മനസ്സിലാക്കി എന്താണ് അവർ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർ തന്നിരിക്കുന്നതെന്ന് ഡീപ്പായിട്ട് മനസ്സിലാക്കുക. നമുക്ക് സ്ക്രീനിൽ കുറച്ച് യൂസ്ഫുൾ ക്വസ്റ്റ്യൻസ് കാണാം. അതായത് ഇതെന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ മോഡലിൽ നമ്മൾ തന്നെ സ്വയം ഒരു ഗ്രാഫിനെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ ഡേറ്റ നമുക്ക് തന്നെ കണ്ടെത്താം. ഫസ്റ്റ് വൺ, വാട്ട് ഇൻഫർമേഷൻ ഡു ദ 2 ആക്സിസ് ഗിവ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു എക്സ് ആക്സിസിൽ എന്താണെന്ന് നോക്കുക, വൈ ആക്സിസിൽ എന്താണെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ എന്താണ്, എക്സ് ആക്സിസിൽ കിടക്കുന്ന ടൈമിംഗ് ആണ് 2 hour ഡിഫറൻസിൽ. ദെൻ വൈ ആക്സിസിലുള്ളത് പെർസെൻറ്റേജ് ഓഫ് UK പോപ്പുലേഷൻ. ഓക്കെ, ദെൻ വാട്ട് ആർ ദി യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്സ്. അപ്പോൾ ഇത് എന്ത് യൂണിറ്റിലാണ് തന്നിരിക്കുന്നത് നോക്കുക. ഇപ്പോൾ വൈ ആക്സിസിൽ പെർസെൻറ്റേജ് ആണെങ്കിൽ എക്സ് ആക്സിൽ ഇവിടെ വന്നിരിക്കുന്നത് ഹവേഴ്സിലാണ് ടൈം. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ടൈം പീരിയഡ്സ്. ഇപ്പോൾ 2 hour ഡിഫറൻസ് ആണെന്ന് കണ്ടു. ദെൻ വാട്ട് ക്യാൻ യു ലേൺ ഫ്രം ടൈറ്റിൽ ആൻഡ് ലെവൽസ്. ഇപ്പോൾ ഇവിടുത്തെ ടൈറ്റിൽ എന്താണ്, റേഡിയോ ആൻഡ് ടെലിവിഷൻ ഓഡിയൻസസ് UK യുടെ വ്യൂയിങ് പാറ്റേൺ ആണ്. ദെൻ ഇയറും തന്നിട്ടുണ്ട്. അത് 1992 ഒരു പർട്ടിക്കുലർ ഇയറിലെ ഒക്ടോബർ ടു ഡിസംബർ എന്നുള്ള ഒരു മാസത്തെ കണക്കാണ്. ദെൻ മോസ്റ്റ് ഒബ്വിയസ് ട്രെൻഡ് എന്താണെന്ന് നോക്കുക, നമുക്ക് വഴി മനസ്സിലാക്കാം. ദെൻ വാട്ട് ആർ ദർ എനി നോട്ടബിൾ സിമിലാരിറ്റീസ്. ഓക്കെ, തന്നിരിക്കുന്ന 2 ലൈൻസ്, ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ 2 ലൈനാണ് തന്നിരിക്കുന്നത്. ഇത് തമ്മിൽ എന്താണ് സിമിലാരിറ്റി എന്ന് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ്. അപ്പോൾ നമ്മുടെ ഈ ഗ്രാഫിനെ ഡീപ്പായിട്ട് നോക്കുക, അവിടെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഏറ്റവും എടുത്തു നിൽക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ ഒരു 2 ഫീച്ചേഴ്സ് ആണ് ഇപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുക. നമുക്ക് സ്ക്രീനിൽ കാണാം ക്വസ്റ്റ്യൻ. അപ്പോൾ ഗ്രാഫ് ഒന്നുകൂടെ വ്യക്തമായിട്ട് നോക്കുക. അവിടെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് ആദ്യം നോക്കാം.
ഇപ്പോൾ നമുക്ക് രണ്ടെണ്ണം നമ്മൾ ഓൾറെഡി സ്ക്രീൻ തന്നിട്ടുണ്ട്. അതായത് ഏകദേശം നമുക്ക് പെട്ടെന്ന് ഒരാളെ ഇതിന് അപ്രോച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ ആ ഗ്രാഫ് നോക്കുമ്പോൾ ഏറ്റവും എടുത്ത് നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഒന്ന് എന്ന് പറയുന്നത് ദ പീക്ക് ടൈം ഫോർ ടി വി ഓഡിയൻസ് ഇസ് ദ ഈവനിങ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ലൈൻ എന്ന് പറയുന്നത് ടെലിവിഷൻ ഓഡിയൻസ് ആണ്, രണ്ടാമത്തെ ലൈൻ എന്ന് പറയുന്നത് റേഡിയോ ഓഡിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പൊ ടി വി ഓഡിയൻസിന്റെ ഒരു ലൈൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഓക്കെ, അത് കുറച്ച് ലെങ്തി ലൈനാണ്. അപ്പൊ ആ ഒരു പാറ്റേൺ നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്താണ്, അത് ഏറ്റവും പീക്ക് ചെയ്തിരിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് 8 PM ആണ്, ഈവനിങ് 8 PM ആണ് അത് പീക്ക് ആയിരിക്കുന്നത്. ദെൻ റേഡിയോ ഓഡിയൻസിന്റെ ലൈൻ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നത് അത് പീക്ക് ചെയ്തിരിക്കുന്ന ടൈം എപ്പോഴാണ്, മോർണിംഗ് 8 AM ആണ്. ഓക്കെ, റേഡിയോ ഓഡിയൻസസ് പീക്ക് ചെയ്തിരിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് 8 AM, മോർണിംഗ് 8 AM ആണ്. ആൻഡ് ടി വി ഓഡിയൻസിന്റെ പീക്ക് ടൈം എന്ന് പറയുന്നത് ഈവനിങ് 8 PM ആണ്. അപ്പൊ അതാണ് ബേസിക്കലി ഒരു ഗ്രാഫിനെ ഒറ്റ നോട്ടം നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ. ഇത് ബേസിക്കലി ഈ ഒരു ഗ്രാഫിൽ ഇങ്ങനെയാണ്. പിന്നെ നിങ്ങൾക്ക് തോന്നുന്നു, അല്ലെങ്കിൽ പൊതുവേ നമുക്ക് ഇതുപോലെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ രണ്ട് ഫീച്ചേഴ്സ് എപ്പോഴും നമ്മൾ കണ്ടെത്തി വെക്കാം. ഓക്കെ, ദെൻ നമ്മുടെ മോഡൽ എസ്സേയുടെ ഒരു സ്ട്രക്ചർ, അതായത് നമ്മൾ ഈ ഒരു എസ്സേനെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇത് എഴുതുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. നമ്മളിവിടെ എഴുതാൻ പോകുന്നത് 4 പാരഗ്രാഫ്സ് ആയിട്ടായിരിക്കും. ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ, then the second is overview, the third paragraph contains the first main feature of that graph or the diagram, and the fourth paragraph contains the second main feature. ഇതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം പല കേസസിൽ പല ആൻസേഴ്സിൽ ഇപ്പം എന്താ പറയുക, നമുക്ക് ചിലതിൽ ഫസ്റ്റ് ഒരു ബോഡി പാരഗ്രാഫ് ഉണ്ടാവും, ചിലതിൽ ചിലപ്പം ഓവർവ്യൂ ഇൻട്രൊഡക്ഷൻ മിക്സ് ചെയ്യുന്ന കാര്യം നമുക്ക് ആണെങ്കിലും ഒരു ഐഡിയൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതായിരിക്കും. അതായത് 4 പാരഗ്രാഫ്സിൽ എഴുതിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ, ഓവർവ്യൂ, ബോഡി പാരഗ്രാഫ് 1, ബോഡി പാരഗ്രാഫ് 2. ഓക്കെ, അപ്പൊ ഈ ഒരു മോഡലിലായിരിക്കും നമ്മൾ ഈ ഒരു എസ്സേനെ അപ്രോച്ച് ചെയ്യാം. നമുക്ക് ഇതിന്റെ ഫർദർ ഡിസ്കഷൻ ലൈക്ക് ഇൻട്രൊഡക്ഷൻ, ഓവർവ്യൂ എക്സെട്ര നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാം.